Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എള്ളുണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് വെളുത്ത എള്ളാണ്. ഇപ്പോൾ ഒരു ടൈപ്പ് എള്ള ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിങ്ങനെ പൊട്ടി വരുന്ന പരിവാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ സെയിം പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടിലിരുന്ന് അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കിനി ശർക്കര പാവാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയാണ്, ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. നല്ലതുപോലെ അതൊന്ന് ഉരുകി വരണം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കരടൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലേക്കാണ് അത് അരിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ശർക്കരയുടെ പാവ് കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് എള്ളുണ്ട കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ബോളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള എള്ള് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ ശർക്കരയിൽ ആ എള്ളൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ശർക്കരയും എള്ളും നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം അതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കാരണം ചെറിയ ചൂടോട് കൂടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല, എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ചൂടോട് കൂടി കൈ ഒന്നും അധികം പൊള്ളിക്കാതെ റൗണ്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.